ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പൈനാപ്പിൾ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു പൈനാപ്പിളായിരുന്നു. നല്ല മഞ്ഞ കളറിലെ പൈനാപ്പിളായിരുന്നു. അതിൻ്റെ തലയും വാലും ഒക്കെ ആദ്യം വെട്ടി മാറ്റി. ഇച്ചിരി വെയിറ്റും ഉണ്ടായിരുന്നു. ചരിച്ചും പിടിച്ചും ഒക്കെ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്ത്. അകത്ത് നല്ല മഞ്ഞ കളറായിരുന്നു. ഇനി കട്ട് ചെയ്തിട്ട് ഒരു പീസ് തിന്ന് നോക്കണം, മധുരം ഉണ്ടോയെന്നറിയാൻ. കട്ട് ചെയ്ത് ഞാനൊരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മുള്ളെല്ലാം വേസ്റ്റ് എല്ലാം കൂടി ഞാൻ മാറ്റിയിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ച് അടുക്കുന്ന് കട്ട് ചെയ്ത് അത് പീസായിട്ട് അരിഞ്ഞ് മാറ്റി. അരിയുമ്പോൾ ആ നടുക്കത്തെ പീസില്ലേ ഈ പൈനാപ്പിളിൻ്റെ, അത് ഉപ്പും മുളക് പൊടി ഇട്ടിരുന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇച്ചിരി മധുരവും മുളകും ഉപ്പും എല്ലാം കൂടി ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യം നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെച്ച്, എന്നിട്ട് അതിൻ്റെ നടുക്കത്തെ പീസ് കട്ട് ചെയ്തെടുത്ത്. കട്ട് ചെയ്യുന്നിടക്ക് ഞാൻ പച്ചയ്ക്ക് അത് കഴിച്ചായിരുന്നു. എന്നിട്ട് ഞാനതൊരു ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് തിന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ കഴിച്ചു നോക്കുന്നതാണ്. നമ്മൾ ബീച്ചിലൊക്കെ ചെല്ലുമ്പോൾ പൈനാപ്പിൾ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ. അത് ഞാൻ പിന്നെ ജ്യൂസിന് വേണ്ടി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത്. ചെറുതായിട്ടേ മധുരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതെല്ലാം കൂടി ഞാനൊരു ഡപ്പായിലാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കുന്നിട. ആ നടുക്കത്തെ പീസ് ഞാൻ അരിഞ്ഞ് എല്ലാത്തിൽ നിന്നും മാറ്റി. ഇടയ്ക്ക് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് ഉപ്പും മുളകും എല്ലാം കൂടി ഇട്ടിടിക്കാൻ വെച്ചിരിക്കുമായിരുന്നു. പിന്നെ മിക്സിയിലോട്ട് ഞാൻ ജ്യൂസിനിട്ട്, മധുരം ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര നല്ലപോലെ ചേർത്തായിരുന്നു ഞാൻ. ഐസും ഇട്ട് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചെടുത്ത്. ഇനി അരിപ്പം നല്ല ജ്യൂസ് മധുരമായി ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. ഓക്കെ, ബൈ.